യേശുവിനോടൊപ്പമുള്ള യാത്ര. ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 3-ാം വാക്യം. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ടു. യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം വളരുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ശക്തിയുള്ള ആയുധമാണ് ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന. ഭൗതികമായ ആഹാരം ഉപേക്ഷിച്ച് ദൈവത്തെ പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും കൂടെ അന്വേഷിക്കുന്ന ഒരു അനുഭവമാണ് ഉപവാസം. കർത്താവായ യേശു തന്നെ ഉപവാസത്തിന് ഉത്തമ ഉദാഹരണമാണ്. എങ്ങനെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യരെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിച്ച് പ്രതിഫലം നേടിയതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായുള്ള തിരുവചനം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ ഈ സംഭവം കാണുവാൻ കഴിയും. യഹോശാഫാത്തിന്റെ നേരെ മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യുദ്ധത്തിന് വന്നതാണ് ഇവിടെ കാണുന്ന സംഭവം. ഈ അവസരത്തിൽ അവരെ എതിർക്കുവാനുള്ള സൈന്യബലമൊന്നും യഹോശാഫാത്ത് രാജാവിന് ഉണ്ടായിരുന്നില്ല. ഈ അവസരത്തിൽ യഹോശാഫാത്ത് എന്തു ചെയ്തു എന്ന് ഇന്നത്തെ വചനത്തിൽ കാണുവാൻ കഴിയും. യഹോശാഫാത്ത് ഭയപ്പെട്ടു എങ്കിലും ദൈവത്തെ അന്വേഷിക്കുവാൻ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 3-ാം വാക്യം. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ പരാജയം ഉറപ്പാണ് എന്ന് യഹോശാഫാത്ത് രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യഹോശാഫാത്ത് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി എല്ലാ ജനങ്ങളോടും താഴ്മയോടെയും അനുതാപത്തോടെയും ദൈവത്തെ അന്വേഷിക്കുവാൻ യഹോശാഫാത്ത് താൽപ്പര്യപ്പെട്ടു. അങ്ങനെ ഉപവാസത്തോടെ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അതിന് ഉത്തരം നൽകി. 15-ാം വാക്യത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. അവർ അതിനുശേഷം ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ സർവശക്തനായ ദൈവം തന്നെ അവർക്ക് വേണ്ടി അസാധ്യമായത് പ്രവർത്തിക്കുകയും അവർ ജയം പ്രാപിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ അനേകം വ്യക്തികൾ ഉപവസിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മോശെ, ദാവീദ്, ഏലിയാവ്, എസ്തർ, നെഹമ്യാവ്, ദാനിയേൽ തുടങ്ങി അനേകം വ്യക്തികൾ ഉപവാസത്തിലൂടെ ജയജീവിതം നയിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനോടൊപ്പമുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയിലും നമുക്ക് വേണ്ടുന്ന ഒരു അച്ചടക്കമാണ് ഉപവാസവും പ്രാർത്ഥനയും. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള ശക്തിയേറിയ ഒരു ആയുധമാണ് ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിക്കുക എന്നത്. കർത്താവായ യേശു പരീക്ഷകനായ പിശാചിനെ നേരിടുന്നതിന് മുൻപ് 40 ദിവസം ഉപവസിച്ചു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള ഒരു ആത്മീയ ശക്തി ഉപവാസം നമുക്ക് പകർന്നു നൽകുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ അനുഭവിക്കുവാനും കഴിയുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ഉപവാസം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരണം. ഉപവസിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ലഭിച്ചില്ല എങ്കിലും രഹസ്യത്തിൽ കാണുന്ന ദൈവം പ്രതിഫലം തരുക തന്നെ ചെയ്യുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവായ യേശു നമുക്ക് ഉറപ്പു നൽകുന്നു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തെ അന്വേഷിക്കുന്ന ഉപവാസം എന്ന അച്ചടക്കം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതഭാഗമായി തീരട്ടെ.
ഉപവാസത്തോടെയുള്ള ജീവിതം പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും അങ്ങനെ നമ്മെ സഹായിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്ന നല്ല അനുഭവത്തെക്കുറിച്ച് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായും ഉണർത്തിച്ചതിനായും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തുന്നു, വിനയപ്പെടുത്തുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.